നിന്റെ ദേശത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ പൃഥുഭവനത്തെ വിടണം. അപ്പോഴേ എന്ത് ദൈവം കൽപ്പിച്ചോ അതുപോലെ എന്തുവാണ് അനുസരിക്കുന്നത്, അതുപോലെ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തായ അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ലോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഹാരാന്റെ മകനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ജ്യേഷ്ഠന്റെ മകനായിരുന്നു. ഈ ഹാരാന് നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ ചിന്തിച്ചത് ഒരു കാര്യമാണ്, ഈ 75 വയസ്സുള്ളതായ അബ്രഹാമിനെ എന്തുവാണ് പെട്ടെന്ന് ദൈവം വിളിക്കുകയാണ്. കുഴമ്പൊക്കെ പുരട്ടി എന്തുവാണ് 75 വയസ്സുണ്ട്, വീട്ടിൽ എന്തുവാണ് കുത്തിയിരിക്കേണ്ടതായ മനുഷ്യൻ എന്തുവാണ് ഇപ്പം ഭയങ്കര ഒരു വിളി വരികയാണ്. ഹല്ലേലൂയ. ആ വിളി എന്തുവാണ്? ഹല്ലേലൂയ. നീ നിന്റെ പൃഥുഭവനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, നിന്റെ ദേശവും വിടണം, ഇവിടെ പാർക്കാനൊക്കത്തില്ല, നീ പൊക്കോണമെന്നാ പറയുന്നത്. അപ്പോൾ ഈ വിളി കേട്ട് ഇറങ്ങിയപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ. സഹോദരൻ ഹാരാന്റെ മകന് ഒരു 10-12 വയസ്സുണ്ട്, അവൻ ഓടിയൊക്കെ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പാപ്പൻ, ഞങ്ങളുടെ നാട്ടിലെ ഈ അപ്പൻ്റെ അനിയൻ വിളിക്കുന്ന പേര് ഉപ്പാപ്പൻ എന്നാണ്, എനിക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിലെന്തോ വിളിക്കുന്നത്. അപ്പോൾ അപ്പാപ്പൻ നോക്കിയപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ. അവിടെ പോയി ഇതെടുക്കുന്നു, ഇവിടെ പോയി ഇതെടുക്കുന്നു, എന്തുവാണ് ഒരു തോല് സഞ്ചിയിൽ എന്തുവാണ് ചില കാര്യങ്ങളൊക്കെ അപ്പാപ്പൻ ഇടുകയാണ്. അപ്പോൾ എവിടെയോ അപ്പാപ്പൻ പോകുവാൻ ഒരുങ്ങുന്നതായിട്ട് എന്തുവാണ് ഈ ലോത്തിന് തോന്നിക്കാണും. അപ്പോൾ ഹല്ലേലൂയ. അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചു ചെറുക്കൻ ഇപ്പോഴെ ഈ അപ്പാപ്പന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പാപ്പ എവിടെയാണ് പോകുന്നത്? അപ്പോൾ അപ്പാപ്പൻ എന്തുവാണ് ഈ 4 കണ്ണുകൾ ഇങ്ങനെ എന്തുവാണ് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചന് ഇതൊക്കെ ചോദിച്ചപ്പോൾ അബ്രഹാം പറയാണ്, ഞാൻ പുറപ്പെടുകയാണ് സാറയുമായിട്ട്, നിനക്ക് കൂടെ വരണമെങ്കിൽ നിനക്കും വരാം മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ എന്തുവാണ് കൈക്ക് പിടിച്ച് ഈ കൊച്ചിനെ കൊണ്ട് പോകുന്നതായ ഹല്ലേലൂയ ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ യാത്രയിൽ എന്തുവാണ് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഒത്തിരി എന്തുവാണ് ഈ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. ഒത്തിരി സ്വർണം, വെള്ളി, ആടുമാടുകൾ, ഇതെല്ലാം എന്തുവാണ് വലിയ സമ്പന്നത കർത്താവ് അബ്രഹാമിന് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ലോത്തിനും എന്തുവാണ് സമ്പന്നനായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വലിയ സമ്പത്തൊക്കെ ഉണ്ടാകുന്നു. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അത് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം. അവിടെ അതിന്റെ 13-ന്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അവിടെ എഴുതിയിരിക്കുക, അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് കന്നുകാലി, പിന്നെന്തുവാണ് വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം എന്തുവാണ് ബഹുസമ്പന്നൻ. അപ്പോൾ ധാരാളം എന്തുവാണ് സമ്പത്ത് തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.